എന്നാലും ഈ പ്രാന്തനെ പിടിച്ചതിനെ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും പേരെ നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. നാളെ ഡേയ് ഇനി നീ ആലോചിക്കണ്ടേട്ടാ, എങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഓ ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് തരിപ്പ് അറിയില്ല. അപ്പൊ അർത്ഥം തന്നപ്പടി ഞാൻ അവർക്ക് കൊടുത്ത്. നിന്റെ തന്തപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണോട്ടാ. ടീച്ചറെ മഞ്ജുവിടെ തലകറി വീണു. ടീച്ചറൊന്നോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറ, എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? ടീച്ചറെ നമ്മുടെ മഞ്ജുവിടെ തല ഇറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റുന്നാവോ? മഞ്ജു പിടിച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറി വീണപ്പോ ആകെ രക്ഷിക്കാനായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ് അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയും വരെ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ പോടക്ക. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിലൂടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നത്.
ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയാക്കാൻ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ, പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ, നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതലെടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായി അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ, ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോൾ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് റോണി സാറേ സാറേ ഇന്നും ആരോ എൻ്റെ വണ്ടിയുടെ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ സാർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കടോ. അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉടേണ്ട കൈ കൊണ്ടുപോവാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, അതിന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. അപ്പുറത്തപ്പിക്കോ? ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇവിടെ കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കടോ. സാറേ ഇത് കണ്ട? നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ? ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് അവനല്ല. അതെങ്ങനെ ശരിയാവണേ? സാറ് മിൽട്ടനൊന്നുമല്ല, പ്ലഗ് വെച്ച് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഘൂര്യന്മാരോട് സംസ്ഥാന സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടി ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് ലഘൂര്യന്മാരെ. കണ്ട, നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരമില്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിശ്ചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിശ്ചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട. നിങ്ങളെ പാരൻസ് നാളെ വരുമ്പോൾ TC ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞ എന്നെ തോപ്പിച്ചാടെന്ന് റോണി സാറ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം ക്ലാസ്സിൽ പോയിക്കോളൂ. ക്ലാസ്സിൽ പോടാ. ക്ലാസ്സിൽ പോയിക്കോളൂ. താൻ ആദ്യം പോടും. പോവല്ലേ ഉണ്ട്. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കത്തരോടോ കാണിക്കുന്നത്? ഒരു അധ്യാപകനാണെന്ന് പറയാൻ തനിക്ക് നാണല്ലേ?
അധ്യാപനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? Get out from me. Hey, now, no, take this. Get off. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ശരി ടീച്ചർ, കാണാം. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞത്. താങ്ക്സ് പറയാൻ വേണ്ടി. നിങ്ങളല്ല, ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവുമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായിപ്പോ. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ? താങ്ക് യു. എനിക്ക് നല്ല വിഷമമുണ്ടോ? എനിക്കൊരു ആനന്ദത്തിന് നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കണം. എന്നിട്ട് നീയൊക്കെ എവിടെ ഇരുന്നു? നീയൊക്കെ പഠിക്കണേ പഠിച്ചാ പോലെ, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ്. ഓ വരാഞ്ഞ നന്നായുള്ളൂ. ആ ലിംഗം സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതാണല്ലോ. നീ ഇന്ന് വന്നായിരുന്നെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറെ നാളെ നിന്റെ പെൺകുട്ടി നിർത്തി. എടാ, ആ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. നമ്മുടെ ക്ലാസ്സിലോ? പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നിന്നെയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചു തരില്ല. തല്ലാണോ? ഇവനെ കണ്ട, ഈ ഓറഞ്ചിട്ടുണ്ട്. ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. എടാ പോർക്കുമോറ, പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടാ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായമായില്ലോ കോപ്പായിട്ടൊക്കെ പ്രായമായില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമ്മാന്ന് പറഞ്ഞ കൊച്ചുണ്ടായിടാ. എടാ ഉമ്മ എന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അവരോട് ചോദിച്ചിട്ട് വെള്ളം നിന്നിടാ. ചേട്ടാ ചേട്ടാ, ആകെ പ്രശ്നം അടി മാത്രമേ നടക്കുള്ളൂ. ഒരു ഐഡിയ കേസ് ഓർക്കുമ്പോ ആകെ വിഷമം. ഇയാക്കടെ ഒരു ഉമ്മ ഉമ്മ മനസ്സിൽ കയറി കണ്ട ഉമ്മേനെ വിട്. തേണ്ടിക്കൊണ്ടിരിക്കും. എല്ലാരും മാറിക്കോ, പുറത്തോട്ട് വരും. ഇല്ലാത്ത കാശുണ്ടാക്കി അയാൾ അണ്ണാക്കിട്ട് കുറെ കള്ളുവരി തള്ളിപ്പ് കിട്ടിയ അടി കിട്ടിയ കാശൊക്കെ കടിക്കാൻ പട്ടിന് വാങ്ങിയ പോലെ. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് വന്നത് ഇവന്റെ ആശാനാന്നാ പറഞ്ഞത്. അപ്പൊ ഇത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞാ വന്നത്. ഇവന്റെ ആശാനാന്ന് പറഞ്ഞ ഈ പരിസരത്തേക്ക് പോലും ഞാൻ എടുക്കൂല. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. എനിക്ക് പൊളിയുണ്ട്. അയാൾക്ക് താടി നിറച്ചിട്ടേ അയാൾക്ക് പ്രായമായിട്ടില്ലാന്ന്. പറഞ്ഞിട്ട് പോയാ പറ. നിന്റെ പ്രേമം കണ്ടുപിടിക്കുക ഒറ്റ വഴിയുള്ളൂ. എടാ, നമ്മുടെ ക്ലാസ്സിലെ എന്റെ പെൺപിള്ളേരുടെ എല്ലാവരുടെയും കണ്ണൊന്നും ശ്രദ്ധിച്ചാൽ തരാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. എങ്ങനെ? എടാ, നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പുന്നതായി നിനക്ക് കാണാൻ പറ്റും. അവരുടെ ചുണ്ടുകളിൽ നിന്നോടുള്ള എന്തോ പറയാൻ വേണ്ടി അത് അലയടിക്കുന്നത് നിനക്ക് തോന്നുമടാ. ഇതൊന്നും നാടകോ? നിക്ക്, എന്തായാലും കുഞ്ഞൻ പറഞ്ഞല്ല, നമുക്കൊന്ന് പോയി നോക്കാം. അല്ല കുഴപ്പമില്ല. അതെന്താന്നറിയോ, കുഞ്ഞൻ പറഞ്ഞ സ്ഥിതി നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല.
എടാ അതുകൊണ്ട് പറഞ്ഞല്ല, അതുകൊണ്ട് പറഞ്ഞല്ല. ദേ, ഇപ്പൊ ഇത് നോക്കിയേ. ആശാനെ, അതെ, ആശാനെ. ഉമ്മല്ല വാപ്പ പോയി ചാവാൻ പറ. മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ണി തന്നെ സൂക്ഷിച്ചു നോക്കണം. അവൾക്ക് ഇച്ചിരി ആൾക്കാർ കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പോക്കോ പോയി പഠിക്ക്. എന്നെ കണ്ടിട്ട് ഒരു വികാരം പോലും ഇല്ല അവൾക്ക്. വെയിറ്റിടാ. എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. പോക്കോ. ഇവന്മാർക്കെന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഇനിയിപ്പോ ആരുമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് ആരായിരിക്കും? ആരും കേട്ടോ. ഇത് തന്നെ, ഇത് തന്നെ. അതിനെനിക്ക് വേണ്ട, കുഞ്ഞൊന്നും നോക്കോ. കൊള്ളാം, നീ തുമ്പി മേടിച്ചാ. ഡെഡിക്കേറ്റഡ്. മൂടി മറച്ചാൽ